ഹലോ ഫ്രണ്ട്സ്, ലോകറാശി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാൻ മൊക്കോവനോവിച്ചിനെ ടീം വേർപിരിഞ്ഞതായിട്ടുള്ള ന്യൂസ് പുറത്തു വന്നത്. ഇപ്പോൾ ഇത് IFT ന്യൂസ് മീഡിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ISL സെമിയിലേക്ക് കടന്ന ഒരു ടീമിൻ്റെ കോച്ചുമായി ബ്ലാസ്റ്റേഴ്സ് ഇനീഷ്യൽ ടോക്കിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് IFT മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെമി ഫൈനലിൽ കളിക്കുന്നത് ഗോവ, അതേപോലെ തന്നെ മുംബൈ സിറ്റി, മോഹൻ ബഗാൻ, ഒഡീഷ എന്നിവരാണ്. അതിൽ ഒഡീഷയുടെ കോച്ച് എന്നാണ് സെർജിയോ ലൊബേറയാണ്. അതേപോലെ തന്നെ ഗോവയുടെ കോച്ച് എന്നാണ് മലോലോ മാർക്കസ് ആണ്. മുംബൈയുടെ പീറ്റർ കാക്കിയാണ്. പിന്നെ മോഹൻ ബഗാൻ്റെ എന്നുള്ളത് ഹബാസാണ്. ഇതിൽ നമുക്ക് വരാൻ ഇപ്പം നിലവിൽ സാധ്യത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഗോവയുടെ മനോലോ മാർക്കസിനെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു കോച്ച് എന്നുണ്ടെങ്കിൽ മുമ്പർക്ക് മുന്നേയും ബ്ലാസ്റ്റേഴ്സിൽ വരാനുള്ള താല്പര്യവും ഉള്ളതായും ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കോച്ചാണ് വരാൻ സാധ്യത എന്നാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പോൾ സെർജിയോ ലൊബേറക്ക് സിസ്റ്റം ഉണ്ട്. ആ പ്ലേയേഴ്സിന് അതേപോലെ തന്നെ റോയ് കൃഷ്ണ, അതേപോലെ തന്നെ ഡിയോ മൊറീഷ്യോ, അഹമ്മദ് ജാഹു, അതേപോലെ തന്നെ മൊത്തഫോള്, ആ ഒരു സിസ്റ്റം അങ്ങനെ ഒഡീഷയിൽ നിന്ന് മേടിച്ചു കൊടുക്കണം. നേരെയാണ് നമ്മളെ ലൊബേറക്ക് ആ ഒരു കൺസിസ്റ്റൻസി ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കാനായി പറ്റുള്ളൂ. പക്ഷേ ഗോവയിൽ ഗോവ പിന്നെ യുവതാരങ്ങളെ വെച്ച് മലോലോ മാർക്കസ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സിനെ വെച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനെയും കുറച്ച് നല്ല ഫോറിനേഴ്സിനെയും കൊടുത്തപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു മലോലോ മാർക്കസ്. പിന്നെ ഹബാസിനൊക്കെ അറിയാം. ഹബാസിൻ്റെ കീഴിലുള്ള പ്ലേയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി പ്ലേയേഴ്സാണ്. പിന്നെ മറ്റേ മുംബൈ സിറ്റിയാണ്. മുംബൈ സിറ്റിയുടെ കീഴിൽ നിന്ന് പീറ്റർ കാക്കിന് അത്ര എളുപ്പത്തിൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ കോച്ചിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കോച്ച് ഒരുപാട് യുവതാരങ്ങൾക്ക് നമ്മളുള്ള CC ജൂനിയർ സ്ക്വാഡിൽ നിന്നും പ്ലേയേഴ്സിന് ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഐമൻ അസർ, ബിബിനി, അതേപോലെ തന്നെ മറ്റേ നിഹാലി, നമ്മളെ സച്ചിൻ, ഇവരൊക്കെ നമ്മൾ ജൂനിയർ സ്ക്വാഡിൽ നിന്ന് വളർന്നു വന്ന പ്ലേയേഴ്സാണ്. അതൊക്കെ നമ്മൾ ഈ കോച്ച് ഒരു സിസ്റ്റമായിട്ട് തന്നെ വളർത്തിയെടുത്ത പ്ലേയേഴ്സാണ്. അവരെ പോലത്തെ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്ന ഒരു കോച്ചായിരിക്കണം ഇനിയും വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ നമ്മൾ ജൂനിയർ സ്ക്വാഡിലത്തെ പ്ലേയേഴ്സിനും കൂടെ കൂടുതൽ ചാൻസ് കൊടുക്കുന്ന ഒരു കോച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സ് വളർന്നു വരുവാൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. എന്തായാലും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോച്ച് തന്നെ ആയിരിക്കണം വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ളൊരു കൺഫർമേഷൻ വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഒരുപാട് പ്ലേയേഴ്സ് ടീം വിടുമെന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട്. ഏതായാലും അതൊക്കെ നമുക്ക് ഒഫീഷ്യലായി വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ